ഇരുണ്ട രാത്രികൾക്ക് ശേഷം പുലരി വരുന്നതുപോലെ ചതിയുടെയും വഞ്ചനയുടെയും നിഴലുകൾ പിന്നിലാക്കി അവർ പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു. നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരികെ കണ്ടെത്താനും പ്രണയത്തോടെ പുതിയ സ്വപ്നങ്ങൾ നെയ്യാനും. കാരണം യഥാർത്ഥ പ്രണയം ഒരിക്കലും തോൽക്കില്ല. വെൽക്കം ടു സ്റ്റോറി രഹസ്യബന്ധം എപ്പിസോഡ് 10. മീര വരുന്നതിന് തൊട്ടു മുൻപ് ഹരിയും കാവ്യയും ചേർന്ന് അച്ഛനെയും അമ്മയും ഭീഷണിപ്പെടുത്തി ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയായിരുന്നു. മീരയെ സ്നേഹത്തോടെ സ്വീകരിക്കാനും അവൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ കാവ്യ കരുതിക്കൂട്ടി കലർത്തിയ ഉറക്കഗുളികൾ അവൾ കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും അവർ അച്ഛനെയും അമ്മയും നിർബന്ധിച്ചിരുന്നു. മീര തറയിൽ വീണതും ഹരിയുടെ മുഖത്തൊരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അവൻ പറഞ്ഞു, ഇനി കുറച്ചു നേരത്തേക്ക് മീരയുടെ ശല്യമുണ്ടാവില്ല. അവൾക്ക് ബോധം വരുമ്പോഴേക്കും കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നമുക്ക് ഈ വീട്ടിൽ തന്നെ നടത്താം. അതേസമയം മീര പോയിട്ട് ഒരുപാട് നേരമായിട്ടും അവൾ തന്നെ തിരികെ വിളിക്കുകയോ വിവരമൊന്നും അറിയിക്കുകയോ ചെയ്യാത്തതിൽ പുറത്ത് കാത്തുനിന്ന ദേവന് എന്തോ വലിയ അപകടം മണത്തു. എന്തോ ശരിയല്ലാത്തത് നടക്കുന്നുണ്ടെന്ന് ഉറപ്പിച്ച ദേവൻ നേരെ മീരയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒരു വൈകുന്നേരത്തോടെ മീരയ്ക്ക് പതുക്കെ ബോധം തിരികെ വന്നു. കണ്ണു തുറന്നപ്പോൾ അവളുടെ അടുത്ത് തന്നെ അമ്മ ഇരിപ്പുണ്ടായിരുന്നു. ചുറ്റും നോക്കി മീരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. അവൾ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ബഹളം വയ്ക്കാനും അവിടെ നിന്ന് ഇറങ്ങി ഓടാനും നോക്കി. പക്ഷേ അമ്മ അവളെ തടഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റുമോളെ. ഈ കുടുംബത്തിൻ്റെ അന്തസ്സാണ് ഞങ്ങൾക്ക് വലുത്. നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾക്ക് ജീവിക്കണം. താൻ എന്ത് പറഞ്ഞാലും ആ വീട്ടിലെ ആരും ഇപ്പോൾ കേൾക്കില്ലെന്ന് മീരയ്ക്ക് പൂർണ്ണമായും ഉറപ്പായി. തൽക്കാലം അവർ പറയുന്നത് പോലെ അനുസരിച്ചാൽ അവരുടെ ശ്രദ്ധ മാറുമ്പോൾ ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് മീര മനസ്സിൽ ഉറപ്പിച്ചു. അവൾ മൗനം പാലിച്ചു. അധികം വൈകാതെ ഹരിയും കാവ്യയും ഏർപ്പാടാക്കിയ ബ്യൂട്ടീഷ്യൻ വന്ന് മീരയെ വധുവായി ഒരുക്കി. അമ്മ അവളുടെ കൈ പിടിച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ ഹാളിലിരിക്കുന്ന ആ വൃദ്ധനെ കാണിച്ച് അച്ഛൻ പറഞ്ഞു, ഇതാണ് നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ. തൻ്റെ അച്ഛനോളം പ്രായമുള്ള ഏകദേശം 60 വയസ്സുകാരനായ ആ വൃദ്ധൻ്റെ മുഖത്തേക്ക് മീര നോക്കി. അയാളുടെ വഷളമായ നോട്ടം കാമക്കണ്ണുകളും മീരയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുകയും അറപ്പുളവാക്കുകയും ചെയ്തു. എന്നാൽ ഇന്നത്തോടെ മീരയുടെ കഥ കഴിയുമെന്നും തങ്ങൾക്ക് കോടികളുടെ ബിസിനസ് ലാഭം കിട്ടുമെന്നും ഓർത്ത് ഹരിയും കാവ്യയും സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിച്ചു. ആ വൃദ്ധൻ മീരയുടെ കഴുത്തിൽ താലി കെട്ടാനും കൈകൾ ഉയർത്തിയ നിമിഷം വീടിൻ്റെ സിറ്റൗട്ടിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ദേവൻ കയറി വന്നു. ഒപ്പം അവൻ്റെ കുറച്ച് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ദേവൻ തികച്ചും ഗൗരവത്തോടെ എന്നാൽ പരിഹാസം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, എന്താണിവിടെ ഇത്ര വലിയ വിശേഷം? ദേവനെ കണ്ടതും ഹരി ദേഷ്യം കൊണ്ട് ജ്വലിച്ചു. നീ ആരാടാ എൻ്റെ വീട്ടിൽ കയറി വരാൻ? ഇറങ്ങിപ്പോടാ അവിടുന്ന്. മീരയുടെ അച്ഛനും മുന്നോട്ട് വന്ന് പറഞ്ഞു, ദയവായി ഇവിടെ പ്രശ്നം ഉണ്ടാക്കാതെ പോകും. ഞങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞോട്ടെ. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ പരിഹാരം കാണാം. പക്ഷേ ദേവൻ അതൊന്നും വകവയ്ക്കാതെ നേരെ മീരയുടെ അടുത്തേക്ക് നടന്നു ചെന്ന് അവൻ മീരയെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെ മുന്നിലേക്ക് നിർത്തി. ദേവൻ ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു, ഈ 60-കാരൻ വൃദ്ധനെ കല്യാണം കഴിക്കാൻ ഇവളുടെ സമ്മതം നിങ്ങൾ ചോദിച്ചോ? മീരയുടെ അമ്മ ദേഷ്യത്തോടെ പറഞ്ഞു, അത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്. അതിലിടപെടാൻ തനിക്കെന്താണ് അവകാശം? അപ്പോഴാണ് ദേവൻ ആ അലർച്ച പോലെ സത്യം വിളിച്ചു പറഞ്ഞത്, ഇത് നിങ്ങളുടെ മാത്രം കുടുംബകാര്യമല്ല. മീര എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ നിയമപരമായി വിവാഹിതരായതാണ്. ഞാൻ നിയമപരമായി ഇവളുടെ ഭർത്താവായിരിക്കുമ്പോൾ ഇവളെ മറ്റൊരുവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ നിങ്ങൾക്കാരാണ് അധികാരം തന്നത്? ദേവൻ മീര എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ നിമിഷം ഇത്രയും നേരം പിടിച്ചു നിന്ന് മീരയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. ലോകം മുഴുവൻ തനിക്കെതിരെ നിന്നപ്പോഴും ഒരാൾ തൻ്റെ കൂടെ ഉണ്ടെന്ന് അവൾക്ക് തോന്നി. മീര പതുക്കെ ദേവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന് അവൾ വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. ദേവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ തൊട്ടുകൊണ്ട് പറഞ്ഞു, നിന്നെ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഒരിക്കലും അനുവദിക്കില്ല. ദേവൻ്റെ ആ വാക്കുകൾ കാവ്യയുടെ ചെവിയിൽ ഇടിത്തീ പോലെയാണ് വന്നു വീണത്. അച്ഛനും അമ്മയും ഹരിയും ഒരുപോലെ ഞെട്ടിത്തരിച്ച് ശീലകണക്കി നിന്നുപോയി. മീര തൻ്റെ സാരിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന താലിമാല പുറത്തെടുത്ത് കാണിച്ചതോടെ ഹരിയുടെ ബിസിനസ് പാർട്ണറായ ആ വൃദ്ധനും അയാളുടെ ആളുകളും ഭയന്നുപോയി. നിയമപ്രശ്നങ്ങളിൽ കുടുങ്ങുമെന്ന് മനസ്സിലാക്കിയ ആ വൃദ്ധനും സംഘം ഒരക്ഷരവും മിണ്ടാതെ അവിടെ നിന്നും വേഗം ഇറങ്ങി. പദ്ധതികളെല്ലാം തകർന്നടിഞ്ഞ നിരാശയിൽ നിന്ന് കാവ്യയുടെ അടുത്തേക്ക് മീര നടന്നു ചെന്നു. അവളുടെ കണ്ണുകളിൽ മുൻപെങ്ങുമില്ലാത്ത ക്രോധമുണ്ടായിരുന്നു. അവൾ കാവ്യയുടെ മുഖത്തടിച്ചുകൊണ്ട് അവളെ തള്ളിമാറ്റി. മീര എല്ലാവരെയും നോക്കി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇനി മേലിൽ നിങ്ങളാരും എന്നെ അന്വേഷിച്ച് വരരുത്. ഈ നിമിഷത്തോടെ ഈ വീട്ടിലെ എല്ലാ ബന്ധങ്ങളും ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് മീരയുടെ കയ്യും പിടിച്ച് ദേവൻ ആ വീടിൻ്റെ പടിയിറങ്ങി. എന്നാൽ ഇത്തവണ ഹരിയെയും കാവ്യയും അങ്ങനെ വെറുതെ വിട്ടുകളയാൻ ദേവൻ തയ്യാറല്ലായിരുന്നു. ജാമ്യത്തിൽ ഇറങ്ങി വന്ന് വീണ്ടും ഇത്തരം ക്രൂരതകൾ കാണിച്ചതിനും മീരയെ മയക്കുമരുന്ന് നൽകി തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത വിവാഹത്തിന് സമ്മതിച്ചതിനും കൃത്യമായ തെളിവുകൾ ദേവൻ്റെ സുഹൃത്തുക്കൾ വഴി പോലീസിന് കൈമാറിക്കഴിഞ്ഞിരുന്നു. പോലീസ് ജീപ്പിൻ്റെ സൈറൻ ശബ്ദം ആ വീട്ടുപടിക്കൽ മുഴങ്ങി. കൃത്യമായ തെളിവുകളോടെ പോലീസ് ഹരിയെയും കാവ്യയും അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് കയറ്റി. ഇത്തവണ അവർക്ക് രക്ഷപ്പെടാൻ ഒരു സ്വാധീനത്തിനും കഴിഞ്ഞില്ല. അവർ ചെയ്ത ക്രൂരതകൾക്കുള്ള അർഹമായ ശിക്ഷ കോടതി അവർക്ക് വിധിച്ചു. ചതിയുടെ കറുത്ത ഇരുട്ടിൽ നിന്നും മീരയെ കൈപിടിച്ച് പ്രണയത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും പുതിയൊരു ജീവിതത്തിലേക്ക് ദേവൻ അവളെ കൂട്ടിക്കൊണ്ടുപോയി. പോലീസ് ജീപ്പ് കണ്ണിൽ നിന്ന് മറഞ്ഞതോടെ മീര അവസാനമായി ആ വീടിനെ ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരുപാട് വേദനകളും കണ്ണീരും ഓർമ്മകളും നിറഞ്ഞ ആ അധ്യായം അവിടെ അവസാനിക്കുകയായിരുന്നു. അവളുടെ കൈ ദേവൻ്റെ കയ്യിൽ സുരക്ഷിതമായി ചേർന്നിരുന്നു. ദേവനോടൊപ്പം കാറിൽ കയറുമ്പോൾ പോലും മീരയുടെ മനസ്സിൽ ഒരു ഭയമുണ്ടായിരുന്നു. ദേവ, നിങ്ങളുടെ അച്ഛനും അമ്മയും എന്നെ സ്വീകരിക്കുമോ?
ദേവൻ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. നിന്നെ എൻ്റെ ഭാര്യയായി ഞാൻ സ്വീകരിച്ച ദിവസം മുതൽ നീ എൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാണ്. ആരും നിന്നെ തള്ളിക്കളയില്ല. കുറച്ച് സമയത്തിന് ശേഷം അവർ ദേവൻ്റെ വീട്ടിലെത്തി. വാതിൽ തുറന്ന് പുറത്തു വന്ന ദേവൻ്റെ അമ്മ ആദ്യം മീരയെ നോക്കി. അടുത്ത നിമിഷം അവളുടെ നെറുകിൽ സ്നേഹത്തോടെ തലോടി. ഒരുപാട് കരഞ്ഞല്ലോ മോളെ, ഇനി നീ സുരക്ഷിതയാണ്. ആ വാക്കുകൾ കേട്ടതും മീരയുടെ കണ്ണുകൾ നിറഞ്ഞു. ദേവൻ്റെ അച്ഛനും പുഞ്ചിരിയോടെ പറഞ്ഞു, ഈ വീട്ടിലേക്ക് സ്വാഗതം മോളെ. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി മീരയ്ക്ക് സ്വന്തമായ ഒരു കുടുംബം കിട്ടിയതായി തോന്നി. ദേവൻ്റെ തോളിലേക്ക് തല ചായ്ച്ച് നിൽക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരേയൊരു ചിന്തയായിരുന്നു, ഇത്രയും ഇരുട്ടുകൾക്ക് ശേഷം എൻ്റെ ജീവിതത്തിലും ഒരു പുലരി ഉദിച്ചിരിക്കുന്നു. അങ്ങനെ ദേവൻ്റെയും മീരയുടെയും ജീവിതത്തിൽ പുതിയൊരു പുലരി വിരിഞ്ഞു. പ്രണയം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ച് വിജയിച്ചു. ഇവിടെ രഹസ്യബന്ധം അവസാനിക്കുകയാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ കഥകളുമായി വീണ്ടും കാണാം.